നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ്. ശബരിമലയിൽ നടന്ന ആ സ്വർണ്ണ കവർച്ച, അതിനു പിന്നിലെ ആ ഞെട്ടിക്കുന്ന ഗൂഢാലോചനയുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഈ കഥയുടെ ഏറ്റവും നിർണായകമായ ഒരു ദിവസം, അത് 2025 നവംബർ 11 അന്നെന്താ സംഭവിച്ചതെന്നല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ, അതായത് ശബരിമലയടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തുന്ന ബോർഡിന്റെ മുൻ കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായിരുന്ന എൻ വാസു അറസ്റ്റിലാവുകയാണ്. ആ ഒരൊറ്റ അറസ്റ്റോടുകൂടി ഈ കേസ് ആകെ മാറിമറിഞ്ഞു. അപ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്? വെറുമൊരു ക്ഷേത്ര നവീകരണത്തിന്റെ പേരിൽ, അതും കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസകേന്ദ്രമായ ശബരിമലയിൽ ഇത്രയും ശക്തരായ നേതാക്കൾ ഉൾപ്പെട്ട ഒരു കൊള്ള നടന്നതെങ്ങനെ? ശരി, നമുക്കിതിന്റെ ഓരോ ചുരുളുകളായിട്ട് അഴിച്ചുനോക്കാം. ഈ ഒരു വലിയ കൊള്ളയുടെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ? വളരെ സിമ്പിളായി തോന്നുന്ന ഒരു തട്ടിപ്പിൽ നിന്ന്. ഒരു പേപ്പറിലെ കള്ളത്തരം, വെറും ഒരു ചെമ്പ് തകിട് എന്നെഴുതിയ ഒരു നുണ, അതാണ് ഇത്രയും വലിയൊരു കവർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. അപ്പോ സംഭവം നടക്കുന്നത് 2019 മാർച്ചിലാണ്. ശബരിമല ശ്രീകോവിലിലെ സ്വർണം പൂശിയ പാളികൾ ഒന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ആ ജോലി ഒരു സ്പോൺസർക്ക് കൊടുത്തു. പക്ഷെ അവിടെയാണ് കളി മാറിയത്. ഈ കോടികൾ വിലപിടിപ്പുള്ള സ്വർണ്ണപ്പാളികളില്ലേ, അതിനെ ഔദ്യോഗിക രേഖകളിൽ വെറുമൊരു ചെമ്പ് തകിട് എന്ന് മാത്രം രേഖപ്പെടുത്താൻ മുകളിൽ നിന്ന് ഓർഡർ വന്നു. പണി കഴിഞ്ഞ് ഈ പാളികൾ തിരികെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് എല്ലാവരും ഞെട്ടുന്നത്. വലിയ അളവിൽ സ്വർണം കാണാനില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വർണം അപ്രത്യക്ഷമായത്? ശരിക്കും പറഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പുകളുണ്ടായിരുന്നു ഇതിന്. ഒന്ന്, സ്വർണം പൂശിയ ആ പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയി പണി ചെയ്യാൻ സ്പോൺസർക്ക് കൈമാറി. 2, ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ, ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മഹസ്സറിൽ, അതായത് കൈമാറുന്ന സാധനങ്ങളുടെ ഒഫീഷ്യൽ ലിസ്റ്റിൽ, ഇത് സ്വർണമല്ല വെറും ചെമ്പാണെന്ന് എഴുതി ചേർത്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് സിമ്പിളാണ്. അസൽ സ്വർണം അടിച്ചുമാറ്റി പകരം വില കുറഞ്ഞ എന്തോ ഒന്ന് പൂശി പാളികൾ തിരികെ കൊണ്ടുവച്ചു. പക്ക പ്ലാനിംഗ്. എത്ര സ്വർണം പോയി എന്നറിയണോ? കേട്ടാ നമ്മൾ ഞെട്ടിപ്പോകും. 4.5 കിലോ. ഒഫീഷ്യലായി സ്ഥിരീകരിച്ച കണക്കാണിത്. 4.5 കിലോ സ്വർണം. ഇന്നത്തെ വില വെച്ചു നോക്കിയാൽ എത്ര കോടികൾ വരുമെന്ന് ഒന്നാലോചിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു കൊള്ള നടന്നു. ഇനി അന്വേഷണം എങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ളവരെ കണ്ടെത്തിയത്? ആ കണ്ണികൾ ഒന്നൊന്നായി കൂട്ടിയിണക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ കേരള ഹൈക്കോടതി ഇതിൽ നേരിട്ടിടപെടുകയായിരുന്നു. വെറുമൊരു പോലീസ് അന്വേഷണം പോരാ, ഇതിനു പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അതിൽ പൊതുപ്രവർത്തകരുടെ പങ്കും അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞു. അതിനായി ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, അതായത് ഒരു SITയെ തന്നെ രൂപീകരിച്ചു. ആദ്യം അന്വേഷണ സംഘം ഫോക്കസ് ചെയ്തത് ആ സ്പോൺസറെയായിരുന്നു. പക്ഷേ അവർക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കളിയല്ല. ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ സഹായമില്ലാതെ ഇങ്ങനെയൊരു കൃത്രിമം കാണിക്കാൻ പറ്റില്ല. അതോടെ അന്വേഷണത്തിന്റെ ദിശ പൂർണ്ണമായും TDBയിലെ വലിയ തലകളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അന്വേഷണം ഉന്നതരിലേക്കെത്തിയപ്പോൾ ആരൊക്കെയാണ് ഈ വലയിൽ കുടുങ്ങിയത്? ആ ഒത്തുകളിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നോക്കാം. അപ്പൊ നോക്കൂ, ഒന്നാം പ്രതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. മോഷണം, ഗൂഢാലോചന, സ്വർണം വിറ്റത് ഒക്കെ അദ്ദേഹത്തിന്റെ പേരിലാണ്. പക്ഷേ കഥയിലെ യഥാർത്ഥ വില്ലന്മാർ ഒരുപക്ഷെ ഇവരൊക്കെയാവാം. അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു. സ്വർണത്തെ ചെമ്പായി രേഖപ്പെടുത്താൻ ഓർഡർ കൊടുത്തത് ഇദ്ദേഹമാണെന്നാണ് പ്രധാന ആരോപണം. പിന്നെ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു. സ്വർണത്തിന്റെ തൂക്കം കൃത്യമായി പരിശോധിച്ചു രേഖപ്പെടുത്തേണ്ട ആളായിരുന്നു, പക്ഷേ ചെയ്തില്ല. കൂട്ടിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറുമുണ്ട്. അവരും ഈ രേഖകളിലെ കള്ളത്തരത്തിന് കൂട്ടുനിന്നു എന്നാണ് കേസ്. ഇതിൽ എൻ വാസുവിന്റെ അറസ്റ്റ് ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. കാരണം അതോടുകൂടി എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി: ഇത് വെറുമൊരു സ്പോൺസർ നടത്തിയ മോഷണമല്ല, മറിച്ച് TDBയുടെ ഭരണത്തിന്റെ തലപ്പത്ത് തന്നെ ഇരുന്ന് നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയാണ്. അപ്പോ അന്വേഷണം ഇവിടെ തീർന്നിട്ടില്ല. തട്ടിപ്പ് നടക്കുന്ന സമയത്ത് TDB പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ വല ഇനിയും വലുതാകാനും കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താനും സാധ്യതയുണ്ട്. ശരി, ഇപ്പോ ഈ കേസിന്റെ അവസ്ഥ എന്താടാ? പോയ സ്വർണം തിരികെ കിട്ടിയോ? നിയമപരമായി കാര്യങ്ങൾ എവിടെ വരെ എത്തി? നമുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മോഷ്ടിക്കപ്പെട്ടത് 4.5 കിലോ സ്വർണം. പക്ഷെ തിരികെ കിട്ടിയത് എത്രയാണെന്നറിയാമോ? വെറും 600 ഗ്രാം. അതായത് 10-1 അല്പം കൂടുതൽ മാത്രം. ബാക്കി സ്വർണം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല.
അപ്പോ ഈ കിട്ടിയ സ്വർണം എവിടെ നിന്നാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു വലിയ ഭാഗം കർണാടകയിൽ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ഒന്നാം പ്രതിയായ പോറ്റി മോഷ്ടിച്ച സ്വർണം വിറ്റത് അവിടെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നൊക്കെയായി കുറച്ച് സ്വർണവും ഏകദേശം 2 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നിസ്സാരമല്ല. മോഷണം, ക്രിമിനൽ വിശ്വാസവഞ്ചന, ഗൂഢാലോചന, കണക്കിൽ കൃത്രിമം കാണിക്കൽ, ഇതിനെല്ലാം ഉപരി അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് സാധാരണ ഒരു മോഷണമായിട്ടല്ല, മറിച്ച് പൊതുസേവകർ അവരുടെ പദവി ദുരുപയോഗം ചെയ്തു നടത്തിയ വലിയൊരു കുറ്റകൃത്യമായിട്ടാണ് നിയമം ഇതിനെ കാണുന്നത്. ഒരുപക്ഷേ ഈ കേസ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ നല്ല കാര്യം ഇതായിരിക്കാം. കേരള ഹൈക്കോടതി ഈ കേസ് നേരിട്ട് നിരീക്ഷിക്കുന്നതുകൊണ്ട് ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കിയേക്കാം. ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ കർശനവും സുതാര്യവുമായ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ കോടതി നിർദ്ദേശിക്കാനാണ് സാധ്യത. അപ്പൊ ഈയൊരു സംഭവത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ഉയർന്ന തലപ്പത്ത് തന്നെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ പുണ്യമായി കരുതുന്ന ഈ സ്വത്തുകൾ സംരക്ഷിക്കാൻ ശരിക്കും എന്താണ് വേണ്ടത്? പുതിയ നിയമങ്ങൾ മാത്രം മതിയോ? അതോ ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ഏൽപ്പിച്ചവരുടെ സത്യസന്ധതയല്ലേ അതിലും വലുത്? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്.